ഗായ്സ്, അപ്പോൾ പിന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ദിവസം മുന്നേ, ഒരു 5-6 ദിവസം മുന്നേ എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു. അതായത് ഈ സെൽഫ് പ്ലഷറിങ് കഴിഞ്ഞിട്ട്, സെൽഫ് സ്റ്റിമുലേഷൻ കഴിഞ്ഞിട്ട് യൂറിനേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പെയിൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. സോ കുറച്ച് തിരക്കായപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാതിരുന്നത്. ഇപ്പം എന്തായാലും എടുക്കുവാണ്. അപ്പം ഞാൻ കമൻറ്റിന് ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം. അങ്ങനെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക, നമ്മൾ ആ ഒരു ഏരിയയിൽ ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്പീഡിൽ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പറ്റുന്നതാണത്. കാരണം നമ്മുടെ യൂറിനറി ബ്ലാഡറിൻ്റെ ഓപ്പണിങ്ങും അവിടെയൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ പറ്റുന്നൊരിതാണ്. അതുപോലെ തന്നെ സെൽഫ് പ്ലഷറിങ് കഴിഞ്ഞിട്ട് പെയിൻ കാര്യങ്ങളൊക്കെ വരുന്നത്, അതായത് ഒരു ഇറിറ്റേഷൻ പെയിൻ കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വജൈനയിൽ അവിടുത്തെ ടിഷ്യൂസും സെൽസൊക്കെ ഭയങ്കരമായിട്ട് ഫ്രിക്ഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അതിനകത്തും ചെറിയ രീതിയിലൊരു ഇറിറ്റേഷൻ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ അത്യാവശ്യം എല്ലാവർക്കും വരുന്നതാണ്, നോർമലാണ്. സോ വജൈനയിൽ വരുന്ന കാര്യങ്ങൾക്കൊന്നും യാതൊരു മെഡിക്കേഷനും കാര്യങ്ങളൊന്നും ചെയ്യണം. ബിക്കോസ് വജൈന തന്നെ ഒരു സെൽഫ് ഹീലിംഗ് ആണ്. അപ്പോൾ അത് തനിയെ ഒരു 2-3 ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ട് തനിയെ അത് ഹീലായിക്കോളും. എന്നാൽ 2-3 ഡേയ്സ് കഴിഞ്ഞിട്ട് പിന്നെയും ആ പെയിൻ വരുന്നുണ്ട്, അതായത് ഭയങ്കര സഹിക്കാൻ പറ്റാത്ത പെയിനൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറിനെ പോയി കാണാം. ആൻഡ് യൂറിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും പെയിൻ വരുന്നത് നെക്സ്റ്റ് ടൈം ഒന്ന് ജസ്റ്റ് സ്ലോ ഡൗൺ ചെയ്തിട്ട് ഇതാക്കിയാൽ മതി. എന്നിട്ടും പിന്നെ പെയിൻ പോകുന്നില്ലെങ്കിൽ ഡോക്ടറിനെ പോയി കാണുക. ആൻഡ് അധികം അഗ്രസീവ് അല്ല, നമ്മൾ ആ ഒരു ഹീറ്റ് ഓഫ് ദ മൊമെൻറ്റ് ചെയ്തു പോകും. ബട്ട് എന്താ പറയുക, ഒന്ന് അഗ്രസീവ് അല്ലാത്ത രീതിയിൽ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവുന്നേ ഉള്ളൂ. സോ രണ്ട് കാര്യം നോർമലാണ്. ആൻഡ് വജൈനയും ഇതും സെൽഫ് ഹീലിംഗ് ആണ്. ബട്ട് എന്നിട്ടും കുറേ നാൾ കഴിഞ്ഞിട്ടും മാറിയില്ലെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ മതി. ഇത് പേടിക്കേണ്ട ഇഷ്യൂസ് കാര്യങ്ങളൊന്നും അല്ല. ഇതാണ് എനിക്ക് മെയിനായിട്ട് ചോദിച്ചതിൻ്റെ ക്വസ്റ്റ്യൻസ്. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോൻ്റെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് കുഞ്ഞു ടോപ്പിക്കായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് പെട്ടെന്ന് അങ്ങ് പറയാമെന്ന്. അപ്പോൾ ഇന്നത്തെ ഇവിടെ അത്രയേ ഉള്ളൂ. ബൈ.